ഒരു വർഷം മുൻപേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ഈ വർഷം രണ്ടാം പകുതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ആദ്യ പകുതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കും. എന്നാൽ ആര് ഭരണം പിടിക്കും എന്നതിന് അപ്പുറം മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളാണ് അന്തരീക്ഷത്തിലുള്ളത്. തുടർച്ചയായ ഭരണം ഇടതുപക്ഷ സർക്കാരിന്റെ ജനപ്രീതി ഇടിച്ചുവെന്നും ഇനിയും LDF അധികാരത്തിൽ വരില്ല എന്നുമാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഭരണം തങ്ങൾക്ക് തന്നെ എന്ന് വിശ്വസിക്കുന്ന UDF നേതാക്കളുമുണ്ട്. ഈ വിശ്വാസമാണ് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച ചർച്ചകൾക്ക് കോൺഗ്രസിൽ ആദ്യമേ തന്നെ തുടക്കമിട്ടിരുന്നു. ചർച്ച പിന്നീട് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കും പോർവിളികൾക്കും സാക്ഷിയാകുന്ന കാഴ്ചയാണ് കണ്ടത്. കസേരയ്ക്കായി എല്ലാ മുതിർന്ന നേതാക്കളും അവരാൽ കഴിയുന്ന വിധം തന്ത്രങ്ങൾ പണിതു. NSSുമായി ഉണ്ടായിരുന്ന അകൽച്ച കുറച്ച മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടുത്തിടെ നടത്തുന്ന ചർച്ചകളും ഇടപെടലുകളും എല്ലാം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പദം നോട്ടമിട്ടിരിക്കുന്നു എന്ന പ്രചരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കും UDF അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്നും പറയപ്പെടുന്നുണ്ട്. KC വേണുഗോപാലിനെ പിന്തുണച്ച് സംസാരിക്കുന്നവരുമുണ്ട്. ആര് മുഖ്യമന്ത്രിയാകും എന്നതിനുമപ്പുറത്തേക്ക് UDF ജയിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യമെന്നാണ് VD സതീശൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. UDF കെട്ടുറപ്പോടെ പ്രവർത്തിച്ച് വിജയം നേടുക വേണ്ടതെന്ന് പറഞ്ഞ മറ്റു നേതാക്കളുമുണ്ട്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. യൂത്ത് ലീഗ് മലപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ഉയർന്ന ചോദ്യത്തിന് സരസമായിട്ടായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. കോൺഗ്രസ് സമ്മതിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ തന്നെയുണ്ട് എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ട് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിന്റെ ക്യാപ്റ്റൻ എന്നും തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതേ വിഷയത്തിൽ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദ്യമുന്നയിച്ചപ്പോൾ സാദിഖ് അലി തങ്ങൾ വാക്കുകൾ ആവർത്തിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിനെ നയിക്കുക എന്നും അത് പ്രഖ്യാപിത നിലപാടാണെന്നും സാദിഖ് അലി തങ്ങൾ വ്യക്തമാക്കി. ലീഗിന്റെ മാത്രമല്ല UDFന്റെ ക്യാപ്റ്റനും കുഞ്ഞാലിക്കുട്ടി ആകുമെന്ന് തൊട്ടടുത്ത് നിന്ന PMA സലാം ഇടയ്ക്ക് കയറി പറയുകയും ചെയ്തു. കേരളത്തിൽ ഇതിനു മുൻപും മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയായത് CH മുഹമ്മദ് കോയ മാത്രമാണ്. കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രിയും അദ്ദേഹം തന്നെ. 1979 ഒക്ടോബറിലാണ് CH മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത്. രാഷ്ട്രീയ കാരണങ്ങളാൽ വൈകാതെ അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ടിയും വന്നു. 50 ദിവസം തികയുന്ന വേളയിൽ ആ വർഷം ഡിസംബർ 1-ന് CH മുഖ്യമന്ത്രി പദം രാജിവെക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ലീഗിൽ നിന്നും അത്തരമൊരു മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള വാദങ്ങൾ ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പിന്നീട് സാദിഖ് അലി തങ്ങൾ താൻ പറഞ്ഞത് മുഖ്യമന്ത്രിയാകും എന്നല്ല, ഇനി കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ, അതല്ല UDFിൽ നിന്നും അത്തരമൊരു ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ അത് നിഷേധിക്കുകയില്ല എന്ന് തിരുത്തി പറയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ലീഗ് യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വാശി പിടിക്കുകയില്ല എന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും UDFിനെ സംബന്ധിച്ച് വിജയം തങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഇത്രയും കാലം കോൺഗ്രസിന് അകത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ലീഗിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനകത്ത് ആ പ്രതീക്ഷയുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി ആരംഭിച്ചത്. ആ പിടിവലി വലിയ തരത്തിലുള്ള പോർവിളികളിലേക്കെല്ലാം തന്നെ നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പതുങ്ങിയിരുന്നിരുന്ന രമേശ് ചെന്നിത്തല പിന്നീട് സമുദായ വോട്ടുകളുടെ എല്ലാം തന്നെ പിന്തുണ കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ഇതേ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. അതുവരെ മിണ്ടാതിരുന്ന K മുരളീധരൻ പിന്നീട് VD സതീശനെതിരെ രംഗത്ത് വന്നതും ഇതേ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല മുരളീധരന്റെ നീക്കത്തിൽ അതുവരെ ഉണ്ടായിരുന്ന വിമതപക്ഷങ്ങളെല്ലാം തന്നെ കൂടിച്ചേർക്കുന്ന നിലപാടും ഉണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല എന്ന് പറയുമ്പോഴും വട്ടിയൂർക്കാവിൽ മത്സരിക്കാനുള്ള എല്ലാവിധ സംഗതികൾക്കും കോപ്പുകൂട്ടുന്നും ഉണ്ടായിരുന്നു. അവയെല്ലാം തന്നെ മറിഞ്ഞിരുന്നു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ തുടക്കം തന്നെയായിരുന്നു. പിന്നീട് K സുധാകരന്റെ അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശി തരൂർ അടക്കമുള്ള നിരവധി നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയതും VD സതീശനെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കളുടെ എല്ലാം തന്നെ പരസ്പര പോർവിളികൾ രൂക്ഷമായി തുടർന്നിരുന്നു. പ്രത്യേകിച്ചും 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഈ നീക്കങ്ങളെല്ലാം തന്നെയുള്ളതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്നാൽ ലീഗിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ കടക്കുമ്പോഴാണ് PK കുഞ്ഞാലിക്കുട്ടി എന്ന ഉപനേതാവ് കൂടി അവിടെയുണ്ട്. മറന്നുപോകുന്ന അദ്ദേഹത്തിന്റെ പദവി ഓർമ്മിപ്പിക്കുക എന്ന ദൗത്യം കൂടി ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും UDFിൽ ഒരു മുഖ്യമന്ത്രി തർക്കം വരികയാണെങ്കിൽ അവിടെ PK കുഞ്ഞാലിക്കുട്ടിക്ക് കൂടി സ്ഥാനമുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട്. തങ്ങൾ യാതൊരു കാരണവശാലും ഇതിനുവേണ്ടി കടുംപിടുത്തം പിടിക്കുകയില്ല എന്നും. എന്നാൽ അതേസമയം UDFിൽ നിന്ന് അത്തരമൊരു ആവശ്യം ഉയർന്നു വരികയാണെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനം അഥവാ ലീഗിന്റെ സ്ഥാനം അവിടെ ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്.